മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ആഗസ്റ്റ് 7 വെള്ളി. മൗലിക അവകാശങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യവും കാറ്റിൽ പറത്തി ന്യൂനപക്ഷങ്ങൾക്കുമേൽ നിർബന്ധിത ദേശീയതയും അനുഷ്ഠാനങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂട നീക്കങ്ങളെയും നീതിപീഠങ്ങളുടെ നിലപാടിനെയും കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വന്ദേ മാതരം ജയിലിലേക്കുള്ള വഴിയാകുമ്പോൾ ഒടുവിൽ ന്യൂനപക്ഷ മതസമൂഹങ്ങൾ പൊതുവിലും മുസ്ലിം സമൂഹം സവിശേഷമായും ഭയപ്പെട്ടത് തന്നെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നിയമങ്ങളും അതിൻ്റെ ചുവട് പിടിച്ചുള്ള നീതിപീഠങ്ങളുടെ ഇടപെടലുകളും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനും സാംസ്കാരിക പൈതൃകങ്ങൾക്കും മേൽ ബുൾഡോസർ രാജ് നടപ്പാക്കുകയാണ്. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആചരിക്കാനുമുള്ള മൗലികാവകാശം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 25 മുസ്ലിങ്ങളടക്കമുള്ള ഏകദൈവ വിശ്വാസികൾക്ക് ബാധകമല്ലേ? ഭരണകൂടത്തിൻ്റെ ധനസഹായത്തോടെയോ അംഗീകാരത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നവരെ ആ സ്ഥാപനത്തിൽ നടക്കുന്ന മതപരമായ പ്രാർത്ഥനകളിലോ ചടങ്ങുകളിലോ അവരുടെയോ പ്രായപൂർത്തിയാകാത്തവരെങ്കിൽ രക്ഷിതാവിൻ്റെയോ സമ്മതമില്ലാതെ പങ്കെടുക്കാൻ നിർബന്ധിക്കരുതെന്ന ഭരണഘടനയുടെ അനുച്ഛേദം 28 പ്രകാരമുള്ള സംരക്ഷണം മദ്രസകൾക്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ലഭിക്കുമോ? മദ്രസകളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം നിർബന്ധമാക്കാൻ നിർദ്ദേശിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ ഇറക്കിയ ഉത്തരവിനെതിരെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിക്കവേ കൽക്കത്ത ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തപബ്രത ചക്രവർത്തി, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഉന്നത കോടതികൾ പോലും ഭരണഘടനാ അവകാശങ്ങളെ തൃണവൽക്കരിക്കുന്നുവോ എന്ന ആശങ്കയുണർത്തുന്നു. മറ്റൊരു മതത്തിൻ്റെ ആശയമോ വരികളോ ചൊല്ലുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ മതവിശ്വാസത്തിന് ഭംഗം വരില്ല. ഇന്ന് എൻ്റെ മതത്തിലേതല്ലാത്ത ഒരു വരി ചൊല്ലാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എന്തു സംഭവിക്കും? ഞാൻ ആ മതത്തിൽപ്പെടാത്ത ആളായി മാറുമോ? വന്ദേ മാതരം ചൊല്ലിയാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ബംഗാൾ സർക്കാരിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച കോടതിയുടെ സമീപനം ഹൈന്ദവേതര മതവിശ്വാസികളുടെ മൗലികമായ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കർത്തവ്യമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശ തത്വങ്ങളെ പൂർണ്ണമായും നിസ്സാരവൽക്കരിക്കുന്നതും കേന്ദ്രത്തിലും പശ്ചിമ ബംഗാളിലും ഭരണകൂട ശക്തികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന് വേരോട്ടം നൽകാനുതകുന്നതുമാണ് ഇത്തരം പ്രസ്താവനകൾ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിന് തുല്യമായ പദവി നൽകുന്ന ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ നിയമം 2026 ഭേദഗതി ബിൽ 2026 കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും നിയമമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട് ഈ കേസിന്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിരീക്ഷണവും ബംഗാളിലെ സംഘ് പരിവാർ രാഷ്ട്രീയ നീക്കങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് പാർലമെൻറ്റിലും തെരുവുകളിലും ഔദ്യോഗിക സ്ഥാപനങ്ങളിലും ഒരുപോലെ അരങ്ങേറുന്ന ആസൂത്രിതമായ മുസ്ലിം അപരവൽക്കരണത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തുടർച്ചയാണ്. വന്ദേ മാതരത്തോട് അനാദരവ് കാണിച്ചാൽ 3 വർഷം വരെ തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടത് ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം എംപിമാരും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ കേവലം 10 മിനിറ്റ് നീണ്ട നാടകീയമായ അട്ടിമറിയിലൂടെയായിരുന്നു. ബ്രാഹ്മണിക്കൽ സനാതന അനുഷ്ഠാനങ്ങളും സങ്കല്പങ്ങളും ദേശീയതയുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ നിയമപരമായി തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അതിഭീകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെയാണ് ഭരണകൂടം റദ്ദ് ചെയ്യുന്നത്. മാതൃഭൂമിയെ ദുർഗയായും സനാതന ദേവതകളായും സങ്കല്പിച്ച് വന്ദിക്കുന്ന വരികൾ ഏകദൈവ വിശ്വാസികളായ ന്യൂനപക്ഷങ്ങൾ ഭരണഘടനാപരമായ അവകാശം വിനിയോഗിച്ച് നിരാകരിച്ചാൽ അവരെ ദേശവിരുദ്ധരും രാജ്യദ്രോഹികളുമായി മാറ്റുകയാണ് പുതിയ നിയമനിർമ്മാണം. മതപരിവർത്തന നിരോധന ബിൽ ക്രൈസ്തവ വിശ്വാസികളെ ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കാനും ജയിലിലടക്കാനുമുള്ള ഉപകരണമാക്കുന്നത് പോലെ ഈ നിയമം മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ വിശ്വാസികളെയും സ്ഥാപനങ്ങളെയും ഗളച്ഛേദം ചെയ്യാൻ ഉപാധിയാക്കുമെന്ന് തെളിയിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഉത്തരവുകളും പ്രസ്താവനകളും. 1937 തന്നെ വന്ദേമാതരം ദേശീയ തലത്തിലും ബംഗാളിലും വലിയ രാഷ്ട്രീയ സമുദായ സംഘർഷങ്ങൾക്ക് അഗ്നി പകർന്ന സന്ദർഭത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിന് എഴുതിയ കത്ത് ഇന്നും പ്രസക്തമാണ്. സാമുദായിക ഐക്യത്തിനും ദേശീയ സമഭാവനക്കും വലിയ ഉൾക്കാഴ്ച നൽകുന്ന ആ വരികൾ ഇന്നും രാജ്യത്തിന് വെളിച്ചവും വഴികാട്ടിയുമാണ്. ടാഗോർ എഴുതി, പ്രിയ സുഹൃത്തെ, വന്ദേ മാതരം ഗാനത്തിൻ്റെ കേന്ദ്രത്തിൽ
ദുർഗാസ്തുതിയാണുള്ളത്. ഇത് തർക്കത്തിനിടയില്ലാത്തത്ര വ്യക്തമാണ്. ബങ്കിം ഈ ഗാനത്തിൽ ബംഗാളിനെയും ദുർഗയെയും ഒന്നായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ സ്വദേശത്തെ 10 കൈകളുള്ള ദേവീ രൂപത്തിൽ ആരാധിക്കുന്നത് ഒരു മുസ്ലിമിനും അംഗീകരിക്കാനാവില്ല. ആനന്ദമഠം ഒരു സാഹിത്യകൃതിയാണ്. അതിനുള്ളിൽ ഈ ഗാനത്തിന് യുക്തമായ സ്ഥാനമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ മതസമുദായങ്ങളും ഒന്നിക്കുന്ന നിയമനിർമ്മാണ സഭ പോലെയുള്ള പൊതുവേദിയിൽ ഈ ഗാനം അനുയോജ്യമല്ല. രാഷ്ട്രീയ പരിശ്രമത്തിൽ നമുക്ക് സമാധാനവും ഐക്യവും സദ്ബുദ്ധിയുമാണ് വേണ്ടത്. ഒരു പക്ഷത്തിൻ്റെ പിടിവാശിക്ക് ശക്തി പകർന്ന് ജയപരാജയങ്ങളുടെ അവസാനമില്ലാത്ത മത്സരം സൃഷ്ടിക്കരുത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും സഹവർത്തിത്വവും കാത്തുസൂക്ഷിക്കാൻ ടാഗോർ കൈക്കൊണ്ട സമീപനം നമ്മുടെ കോടതികൾക്കും അധികാരികൾക്കും ഇപ്പോൾ അസ്വീകാര്യമാകുന്നതാണ് ഭരണഘടനയും ജനാധിപത്യവും നേരിടുന്ന ഏറ്റവും ആഴമേറിയ വെല്ലുവിളി. മാധ്യമം പോഡ്കാസ്റ്റ്.